കാണിച്ചരാ. ഒന്നുകൂടി വേഗം വന്നേരങ്ങട്. നീ എന്റെ മുളക് കയറിയതാ, കയറങ്ങട്. ഇത് നിന്റെ അകത്ത് കയറ്റിട്ട് ടാർപോളിട്ടുണ്ടെങ്കിണ്ടല്ല, പിന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ഇങ്ങോട്ട് നടക്കണ പാട് ഇങ്ങോട്ട് ഈ അരിച്ചരിച്ച് നടക്കണം. ഇങ്ങോട്ട് വാങ്ങട്. അങ്ങനെയാണ്. അങ്ങോട്ട് കൊടുത്തേ, അവിടെ കൊടുത്തേ, അങ്ങോട്ട് കയറ്, അങ്ങോട്ട് കൊടുത്തേ, അങ്ങോട്ട് കൊടുക്കാണ്ട്. അല്ല കുഞ്ഞിപ്പാലത്താ, ഇത് ഇവിടെ നിന്ന് വെച്ചെലപ്പോ എന്താ? എന്നിട്ട് ജയിലിൽ പോകേണ്ട ശവി നീ അവിടെ ഊറ്റി വെക്കാതല്ല പറഞ്ഞത്. അതിന് പായസം അല്ലടാ കന്നാലി, കനാലില് നീ അങ്ങോട്ട് ഊറ്റി വെച്ചതാ. പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ പറയുന്നങ്ങോട്ട് ഞാൻ കാണിച്ചത്. ഇതുപോലെ വെക്കാനാണ് നിന്നോട് ഞാൻ പറഞ്ഞു. മനസ്സിലായ? അങ്ങനെ റെഡിയായില്ലേ? ഈ ശവിക്ക് ഞാനിതൊന്ന് പറഞ്ഞു നോക്കട്ടെ മാഷേ. അങ്ങോട്ട് നീ എടുത്തേ, അങ്ങോട്ട് ഞാൻ പിടിക്കാം. തങ്കേ, തങ്കേ, എഴുന്നേര്. ആശങ്കട്ടിരിക്കേ. നീ ആ മുട്ട ഒഴുകി എടുത്തു. അപ്പോ ഇന്ന് നമ്മള് പോയിട്ട് മറ്റന്നാ അങ്ങോട്ട് വരും. അപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? തങ്കേ, മുട്ട എവിടെ? എനിക്കല്ല, അങ്ങോട്ട് വെക്ക്. ആ, കുഞ്ഞിപ്പാലോട്ടിരിക്കെ. ഞാൻ പിള്ളേരുടെ പണി ഇവിടം വരെ നോക്കട്ടെ. ഇതെന്തോട്ടപ്പം നമ്മുടെ പിള്ളേരല്ലേ, രാത്രി നിറമ്പോക്കല്ലേ. സാരമില്ല, സാധനം ഇരിപ്പുണ്ട്. ഏയ്, പുള്ളിക്കാരൻ എന്തുവാ വേണ്ടെന്ന് വെച്ചാ കൊടുക്കണം. തങ്കമ്മേ, എന്താ? നീ തൃശ്ശൂർ പൂരം കണ്ടിണ്ടാ? ഇല്ല. ഇക്കുറി കാണിച്ചു തരണ്ട കേട്ടാ. ഇക്കൊല്ലത്തെ പ്രോഗ്രാം അസൽ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പോവാട്ടാ. എനിക്ക് കാണണ്ട. അതെന്താ അങ്ങനെ? തങ്ങ നീ എവിടേക്ക് ഓർണത്? എന്താ വേണ്ടത്? അമ്മ കരച്ചെണ്ടെങ്കിൽ ലേശം കൊണ്ടുവന്നേ. ആയ്, നീ എത്ര വലിയ വാർത്തന്ന് പറയണ്ടടി. വെറുതെ ഒന്നല്ലടി, ഓശാരത്തിനല്ല, ഉറുപ്പിയോ ഒന്നും രണ്ടല്ല, 10,000 രൂപ ഞാൻ മുടക്കിയേക്കണേ ബിസിനസിന് വേണ്ടിട്ട്. അത് നിനക്കും കൂടെ ചേർത്തിട്ടാ. നീ എന്തിന്റെ വെറുതെ തൊള്ള പൊളിക്കണത്? അവനൊന്നും ഇങ്ങോട്ട് വരാൻ പോണില്ല. അവനും കൂടി അറിഞ്ഞിട്ട് ഈ സംഭവം. നീ വലിയ ഏറിയ നീ ഞാൻ കേട്ടത്. അത് എന്റെ അടുത്തേക്ക് വേണ്ടാട്ടാ. ഇത് വെറുതെ ഒന്നല്ലടി, കാശ് കൊട്ടുന്നു, ചക്കാത്തിനൊന്നല്ല. എന്തുകൊണ്ട് നീ എന്റെ മുഖത്തോക്കി വിളിച്ച് പട്ടിന്നാ? ആ ശബിയോടൊന്ന് ചോദിച്ചിട്ടുള്ള കാര്യം അങ്ങനെ ഒരു കാര്യം. എന്തുകൊണ്ടോ എന്റെ ഇന്ന് കാശും പഠിച്ച് തന്റെ പെണ്ണെ കൊണ്ട് തെറി വിളിപ്പിക്കുക? ഇത് നമുക്ക് പറ്റില്ല. കുഞ്ഞിപ്പാൽ ഇന്നവരെ ഒരു പെണ്ണിന് തെറി കേട്ടിട്ടില്ല. എനിക്ക് തന്റെ ബിസിനസ്സും വേണ്ട, തന്റെ പെണ്ണും വേണ്ട. അളിയൻ എന്ത് പറയുന്നേ? എനിക്കൊന്നും പറയാലോ, ഞങ്ങള് പോവാ. അല്ല അൽപ്പ എന്തുണ്ടാ നോക്കി നിൽക്കുന്നത്? ഇറക്കണ ചാരായകട. അളിയൻ വെച്ച് കാര്യം പറ. എനിക്കൊന്നും പറയാലോ, തന്റെ പെണ്ണോട് പോയി ചോദിക്കണം. എനിക്ക് തന്റെ ബിസിനസ് വേണ്ട, അതിന്റെ ലാഭവും വേണ്ട. ഏതാണ്ട് കാശ് തന്നേ. ആശം ബഹളം വെക്കാതെ. എന്താ എന്താ പറയാലോ? എനിക്ക് ഈ ബിസിനസ് വേണ്ട, തന്റെ കാശ് കിട്ടുന്നേ. തന്റെ കൊട്ടിട്ട് തന്നെ പിടിച്ചോ. ഇല്ലേ, കുഞ്ഞിപ്പാലനല്ലേ, ഞാൻ ചോദിച്ചിട്ട് വരാം.
എന്ത് പണി ഇവിടെ നടന്നത്? നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നോക്ക്. ധിക്കാരം പറയുന്നു. അയ്യോ, നിനക്കറിയോ അയാൾ ആരാണ്? നീ തിന്നുന്ന ചോറ് അയാളുടെ കാശാ. അയാളാ ബിസിനസ്സിൽ മൊത്തം പണം മുടക്കിയിരിക്കുന്നത്. അതിന് ഞാനെന്ത് വേണം? നീ എന്ത് വേണമെന്നോ? അയാൾ പറയുന്ന എന്തും ചെയ്തു കൊടുക്കണം. നമുക്ക് 10 പൈസ ഉണ്ടാക്കാനുള്ള വഴിയ. അതിനെന്നെ കിട്ടത്തില്ല. ഇനി ആ നാറി ഇങ്ങോട്ട് വന്നു നീ അയാളെ തെറി വിളിക്കും അല്ലോടി? വിളിക്കും വിളിക്കും വിളിക്കും. അയ്യോ, അയ്യോ, എന്തുണ്ടപ്പോ ഈ കുഴപ്പം? എന്റെ ഈശോ, എന്താ ഈ സംഭവം? വരൂ വരൂ വരൂ. അപ്പുറത്ത് നോക്കിയാ
ആ കൊട്ടോടി കൊന്നു. അതെ അപ്പു, എനിക്കിനി മരിച്ചാ മതി.